ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ പീലിക്കുട്ടി നല്ല ഹാപ്പിയിലായിരുന്നു എഴുന്നേച്ചത്. അതുകൊണ്ട് തന്നെ പല്ല് തേക്കാനും ചായ കുടിക്കാനും വലിയ മടിയൊന്നുമില്ലായിരുന്നു. അങ്ങനെ അവളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ട് ഏട്ടൻ വരുന്നു. ഏട്ടൻ അമ്പലത്തിൽ നിന്ന് വരുവാണ് കേട്ടോ. ഏട്ടനൊന്ന് സ്കൂൾ ട്രിപ്പ് ഉണ്ട്, അപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്നിട്ട് വണ്ടി എടുത്തിട്ട് അമ്പലത്തിലേക്ക് തന്നെ പോകും. അങ്ങനെ ഞങ്ങൾ വെറുതെ ഒന്ന് റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ട് അടുത്ത വീട്ടിലെ ഏട്ടൻ പശുവിനെ തിരിക്കാൻ വേണ്ടിയിട്ട് റോട്ടിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ നേരെ കാണുന്ന മഞ്ഞ ബിൽഡിംഗ് ആണ് കേട്ടോ ഞങ്ങളുടെ ഹോമിയോ ഡിസ്പെൻസറി. ഹോമിയോ അടുത്തായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ എപ്പോഴും റോട്ടിൽ. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഗേറ്റ് അടച്ചിടാറാണ് പതിവ്. അങ്ങനെ രാവിലെ ഞങ്ങൾ ഈ ടൈമിലൊന്നും പുറത്തേക്ക് ഇറങ്ങാറില്ല. അപ്പോൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൾക്ക് എന്താണെന്നില്ലാത്ത സന്തോഷം. ഈ നേരെ കാണുന്നതാണ് ഞങ്ങളുടെ അമ്പലത്തേക്കുള്ള റോഡ്. ഈ റോഡിൻ്റെ എൻഡിലാണ് അമ്പലം വരുന്നത്. കുറച്ച് നേരം ഞങ്ങൾ റോഡിലൊക്കെ നിന്ന് പിന്നെ ഉള്ളിലേക്ക് വന്നപ്പോഴത്തേനും ഏട്ടൻ വണ്ടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ എപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കിയാലും അപ്പോൾ പീലിക്കുട്ടിക്ക് വണ്ടിയിൽ കയറി ഇരിക്കും വേണം. ആ ഗേറ്റിൻ്റെ അവിടെ ഇറങ്ങുള്ളൂ കേട്ടോ. പിന്നെ ചില സമയത്തൊക്കെ പെട്ടെന്ന് ആരെങ്കിലും വിളിക്കുമ്പോൾ തിരക്ക് പിടിച്ച് പോവുമായിരിക്കും. അവളെ കയറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലും വാശിയും ഒക്കെ ആയിരിക്കും. വണ്ടിയിൽ കയറിയിട്ട് അധിക ദൂരം പോവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ കയറി ഇരുന്നാലും മതി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏട്ടനും അത് ശീലമായി. എവിടെയെങ്കിലും പോകുമ്പോൾ ആദ്യം അവളെ എടുത്തിട്ട് മടിയിൽ വെക്കും. ജസ്റ്റ് ആ ഗേറ്റിൻ്റെ അവിടെ വരെ പോയിട്ട് അവളെ എൻ്റെ കയ്യിലേക്ക് തരികയാണ് കേട്ടോ ചെയ്യാറ്. നമ്മുടെ ഓട്ടോൻ്റെ തൊട്ടടുത്തായിട്ട് എൻ്റെ വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട്. ഞാൻ അധികം വണ്ടി എടുക്കാറില്ല, എപ്പോഴെങ്കിലും ഒന്ന് വളവിലൊക്കെ പോയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ച് വരാറേ ഉള്ളൂ. അങ്ങനെ പീലിക്കുട്ടീനെ മടിയിൽ വെച്ചിട്ട് ഏട്ടൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുറച്ച് തിരുമ്പിയ ഡ്രസ്സൊക്കെ മുകളിൽ കൊണ്ടുപോയിട്ട് ആറിയിടാണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മോളെ എടുത്തിട്ട് മുകളിലേക്ക് പോയി. ഞങ്ങൾ നല്ല വെയിലുണ്ടുള്ള ടൈമിലാണെങ്കിൽ മാത്രമേ താഴെ ആറിടാറുള്ളൂ. നല്ല കാക്കയുടെ ശല്യമുണ്ട്, അപ്പോൾ അയലിട്ടാലും കാക്കയൊക്കെ വന്നിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ മുകളിൽ തന്നെയാണ് കേട്ടോ എപ്പോഴും ഇടാറ്. അങ്ങനെ ഞാൻ ഇന്നലെ തിരുമ്പിയിട്ടതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ മടക്കിയെടുത്തു. മുകളിൽ വന്ന പീലിക്കുട്ടി ഇങ്ങനെ ഓടി നടക്കും. അപ്പോൾ ഞാൻ അവളെ ഇങ്ങോട്ടാക്കിയിട്ട് ആ ഗേറ്റ് അടച്ചതാണ്. പിന്നെ ഇവിടെയാണ് ഞങ്ങളുടെ വിറകുകളൊക്കെ സൂക്ഷിച്ച് വെച്ചത്. പിന്നെ അതേപോലെ ഒരു ചെറിയൊരു റൂമുണ്ട്, അതിൽ കുറേ പഴയ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചതാണ്. ഒരു കട്ടിലും ഉണ്ട്. പിന്നെ ചേച്ചിമാരൊക്കെ വരുന്ന സമയത്ത് അച്ഛനും അമ്മയും ഇവിടെ കിടക്കും. എല്ലാ സാധനങ്ങളും അവിടെയാണ് വെച്ചത്. പക്ഷേ എന്നാലും ഞങ്ങൾ അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. കോണി പുറത്തൂടെ ആയതുകൊണ്ടാണ് മെയിനായിട്ട് ആ റൂമായിട്ട് ഉപയോഗിക്കാത്തത്. അവൾ മുകളിൽ കയറുന്നത് അച്ഛൻ്റെ കൂടെയാണ്. അച്ഛൻ എപ്പോൾ മുകളിലേക്ക് വന്നാലും അവൾക്കും കൂടെ വരണം. പിന്നെ കട്ടിലൊക്കെ കുറേ നേരം ചാടി കളിച്ച് എന്നിട്ട് രണ്ടുപേരും കൂടെ പിന്നെ താഴോട്ട് വരാറാണ്. കൊണ്ട് മുകളിലേക്ക് വന്നാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ താഴോട്ട് ഇറങ്ങാൻ കൂട്ടാക്കൂല. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവൾ വന്നതേ ഇല്ല കേട്ടോ. അപ്പോഴാണ് വിറകിൻ്റെ ഉള്ളിൽ നിന്ന് പൂച്ചക്കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങിയത്. പിന്നെ പൂച്ചക്കുട്ടീനെയൊക്കെ കാണിച്ചിടാന്ന് പറഞ്ഞപ്പോൾ തൊട്ട് താഴേക്ക് ഇറങ്ങി എൻ്റെ കൂടെ. 3 പൂച്ചക്കുട്ടികളുണ്ടായിരുന്നു. ഒന്നിനെ എവിടെയാണെന്ന് കാണുന്നില്ല. പിന്നെ എന്നെ കണ്ടപ്പോൾ പേടിച്ചിട്ട് ആ പുകക്കുഴലിൻ്റെ ഉള്ളിലേക്ക് പോയതാണ് കേട്ടോ. പിന്നെ ഞാൻ പോയി എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തല ഇട്ട് നോക്കുന്നുണ്ട്, കണ്ടോ. അങ്ങനെ ഞാൻ പിന്നെ പീലിക്കുട്ടീനെ എടുത്തിട്ട് താഴോട്ട് വന്ന് അപ്പോഴാണ് കേട്ടോ ഞാനൊരു സംഭവം കണ്ടത്. ഒരു പൂച്ചക്കുട്ടി എവിടെ പോയി എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം കേട്ടോ എന്താ സംഭവം എന്ന്. ഇപ്പോൾ മുകളിൽ ഓടിച്ചാടി കളിച്ച പൂച്ചക്കുട്ടികളെയാണ് ഈ കടിച്ചുകൊണ്ട് പോണത്. ഒരു പൂച്ചക്കുട്ടീനെ എവിടെയോ കൊണ്ടുപോയി വെച്ചിട്ട് ബാക്കി 2 എണ്ണത്തിനെ എടുക്കാൻ വന്ന വരവാണ് കേട്ടോ അത്. അതിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിൽ നിന്ന് ഭയങ്കര ശബ്ദമൊക്കെ കേട്ടിട്ടുണ്ട്, പൂച്ച കരയണ ഒച്ചയൊക്കെ കേട്ടിട്ടുണ്ട് എന്ന്. ഒരു കണ്ടം പൂച്ച ഉണ്ട്, കുട്ടികളൊക്കെ കടിച്ചു തിന്നു. ഇതിന് കുറേ കുട്ടികളുണ്ടായിരുന്നു. ഇതുവരെ കുട്ടികളൊന്നും കിട്ടിയിട്ടില്ല. എല്ലാം കുറച്ച് വലുപ്പമാകുമ്പോഴത്തേനും വേറെ പൂച്ചകൾ വന്നിട്ട് കടിച്ച് കൊല്ലുകയാണ് ചെയ്യാറ്. പൂച്ചക്കുട്ടീനെയും കടിച്ചിട്ട് പൂച്ച എവിടേക്കോ പോയിട്ടോ. പിന്നെ എവിടേക്കോ പോയതെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ കോഴിക്കോടിൻ്റെ അടുത്തൂടെ പിന്നെ അങ്ങനെ പോയി അത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് വന്നപ്പോൾ പീലിക്കുട്ടി പറഞ്ഞു അവൾക്ക് ഉറക്കുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഉറക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കൊണ്ടുപോയപ്പോഴാണ് അച്ഛൻ കയ്യിലൊരു പൊതിയായിട്ട് വരുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും എണ്ണക്കടി ആയിരിക്കുമെന്ന്. പീലിക്കുട്ടിക്ക് പപ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പപ്സ് കൊണ്ട് കൊടുക്കും. പിന്നെ വേറെ എന്തെങ്കിലും സ്പെഷ്യലും ഉണ്ടാകും കേട്ടോ. ഇന്ന് ഉള്ളിവടയും പപ്സും ബോണ്ടയാണ് അച്ഛൻ കൊണ്ടുവന്നത്.
അതിലൊരു പപ്സ് കഷ്ണം മുറിച്ചിട്ട് അവൾക്ക് കൊടുത്തു. ബാക്കി ഞാൻ അവിടെ കെട്ടി വെച്ചു. ഇനി അമ്മയൊക്കെ വന്നിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പിലിക്കുട്ടി സൂപ്പറാണോ? സൂപ്പർ എന്ന് പറയാം. പപ്സ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മോൾ ഉറങ്ങി. അവൾ ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഹരിനന്ദൻ വന്നു കേട്ടോ. അവർ സ്കൂളിൽ നിന്ന് ചോറ് തിന്നാൻ വേണ്ടി വന്നതാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. അയിലക്കറി, അയില പൊരിച്ചത്, സോയാബീൻ പൊരിച്ചതും, പച്ചക്കറി, അച്ചാറും, പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അവർ വേഗം ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഹരി ആദ്യം റോട്ടിൽ ചെന്ന് നിന്നിട്ട് നന്ദനെ വിളിക്കുകയാണ്. അപ്പോഴേക്കും നന്ദൻ ഇവിടുന്ന് റോട്ടിലേക്ക് എത്തി. അവർ പോയപ്പോൾ പിന്നെ ഞാനും അവരുടെ കൂടെ റോട്ടിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് നമ്മൾ രാവിലെ കണ്ട പശുവിനെ ആ ഏട്ടൻ ഇവിടെ കെട്ടിയിട്ടിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മുമ്പിലുള്ള പാടമാണ്. ഈ പാടം നിറയെ ആമ്പല് വിരിഞ്ഞ് നിൽക്കുകയാണ്. ഇത് ഹരിനന്ദൻ കുഴിച്ചിട്ടതാണ്. അവരുടെ വീടിൻ്റെ അടുത്തുനിന്ന് തൈ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാണ്. അപ്പോഴാണ് പശുവിനെ കിട്ടിയതുകൊണ്ട് ചിലപ്പം ചാണം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അമ്മ ചാണം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. ഇനി മഞ്ഞളിനൊക്കെ ഇടാമല്ലോ. പിന്നെ ഓണമൊക്കെയല്ലേ വരുന്നത്, പൂത്തറ തേക്കാനൊക്കെ ചാണം ആവശ്യമാണ്. പിന്നെ ഇത് മഞ്ഞപ്പൂവാണ് കേട്ടോ. ഇവിടെ നിറയെ മഞ്ഞപ്പൂവുണ്ട്. ഓണത്തിന് അടുത്തുള്ള എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് നിറയെ മഞ്ഞപ്പൂ പറിച്ചുകൊണ്ട് പോകും. ഇതാണ് ഹരിനന്ദൻ കുഴിച്ചിട്ട ആമ്പൽ ചെടി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബായ്.